ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബെസ്റ്റിയുടെ വീട്ടിൽ വിരുന്നിന് പോവാണ് ഗൈസ്. അത് ഓൾറെഡി കല്യാണം ഡേറ്റ് എടുത്തപ്പോഴേ അവിടെ വിരുന്നുണ്ടേ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വിരുന്ന് വന്നപ്പം തന്നെ അവൾ പറഞ്ഞായിരുന്നു, നീ ഇന്ന് ഇവിടെ വിരുന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ അവളെ ഞങ്ങളെ ബുക്ക് ചെയ്തായിരുന്നു. അപ്പം ഞങ്ങളിന്ന് മീനുവിൻ്റെ വീട്ടിലോട്ട് വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള വിരുന്നാണെന്ന് വിചാരിച്ചു. നോ, അക്കുവിനെ ആബിയെ മാളുവിനെയൊക്കെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. പക്ഷേ മാളു ബാക്ക് ടു പഠിത്തത്തിലോട്ട് കയറി കഴിഞ്ഞ് എനിക്ക് ഒരു 1.5 മാസമായിട്ട് ഇത്രയും ദിവസം കല്യാണത്തിന്റെ പുറകെ ആയതുകൊണ്ട് പഠിത്തമൊന്നും ഇല്ലായിരുന്നു കുറേ ദിവസം. വീണ്ടും ബാക്ക് ടു പഠിത്തത്തിലോട്ട് കയറിയിട്ടുണ്ട് മാളു. അപ്പൊ ഇനി ഒരിടം വിളിക്കില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ദിവസത്തേക്ക്. അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി അവളെ വിളിക്കരുത് ഒന്നിനും, കുറച്ച് ദിവസത്തേക്കല്ലേ ഇനി ഒന്നിനും അവളെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1.5 മാസമായിട്ട് അവൾക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അവൾ ബാക്ക് ടു പഠിത്തത്തിലൂടെ കയറി. അപ്പം നമുക്ക് നമ്മളെവിടെ പോകാൻ വിളിച്ചാലും മുന്നിട്ട് നിൽക്കുന്ന എൻ്റെ മാമൻ്റെ ഇളയ മോനും മിണ്ടാപ്രാണിയായ മൂത്ത മോനൂടെ ഞാൻ രാവിലെ 11 മണിക്ക് വരാൻ പറഞ്ഞ്. അപ്പം 11 മണിക്കല്ലേ 10 മണിക്ക് ഇവിടെ ഒരുങ്ങി ഒന്നിരിപ്പുണ്ട് ഗൈസ്. തന്നെ എനിക്ക് വയ്യ പീരീഡ്സ്, അപ്പം വയറ് വേണം. അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഡെലിക്കസി എന്താണെന്നൊരു ഡിലേക്കസി ഉണ്ടായിരുന്നു ഗൈസ് എനിക്ക്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു താമസം ഉണ്ടായിരുന്നു. സോ നമ്മളിതാ പോവാൻ വേണ്ടിയിട്ട് പോവേണം. ആൻഡ് ഈ ഒരു കുർത്ത സെറ്റാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പൂൻ്റെ ഷർട്ടും ഞാൻ ഈ ഒരു കുർത്തയും എനിക്കൊരു ഇഷ്ടപ്പെട്ടു. ഞാൻ സിനിമ കാണാൻ പോയപ്പോഴൊക്കെ ഞാൻ ഇതാണ് ഇട്ടുകൊണ്ട് പോയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് കമൺ ഗൈസ് വിരുന്നിന് പോകാൻ ഗൈസ്. ഇനി നമുക്ക് നമ്മളെ കുറച്ച് ആരമ്മ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ രാവിലെ 10 മണിക്ക് ഒരുങ്ങി വന്ന് എൻ്റെ മാമൻ്റെ മൂത്ത നമ്മളാ മിട്ടാപ്പൂ എങ്ങോട്ട് ഇറങ്ങി ഓടി കളഞ്ഞു ഗൈസ്. ഇരിക്കണ ഇരിപ്പിൽ ഓടിക്കളയും മാതാശ്രീ എസിൻ്റെ ഓതാ പറഞ്ഞ എൻ്റെ പൊന്നുതെന്ന് അമ്മ. ഇനി എന്തിനാ ഞാൻ കുഴച്ചെന്തിരി ചുണ്ണാമ്പ് പൂശണക്ക് പൂശണം ഏതുവരെ? ഓ ഇയാള് നോക്കിയപ്പോ ഇയാണ് മറ്റേ CBI സിനിമ ഉണ്ടല്ലോ സേതുരാമയല്ല, അതിലെങ്കിൽ ഒരു കുങ്കുമം തട്ടുമല്ലോ, അതാണക്ക്. പിന്നെ ഇത് മതി, ഇത് തന്നെ ഇട്ടത് തന്നെ വല്ല കാര്യം ഒന്ന് പറഞ്ഞിരിക്കാവാ. അല്ല, അയാൾക്ക് പൊടി കുങ്കുമം ഇട്ടാലേ പറ്റുള്ളൂ. കുങ്കുമം വേണമെന്ന് അതാണ് എൻ്റെ അടുത്ത് പറയണ തന്നെ. ഇങ്ങനത്തെ എല്ലാ കാര്യമാണ് ഐസ് പൊടി കുങ്കുമം അല്ല. ഇങ്ങനത്തെ ആഗ്രഹങ്ങളല്ലേ പറയുള്ളൂ. അപ്പം ഞാൻ ഏതെങ്കിലും സാധിച്ചു കൊടുത്തില്ലെങ്കിലാ ഗൈസ്. ഇതാണ് വയ്യാത്ത കാല്. കല്യാണത്തിനും ഇല്ലായിരുന്നു, റിസപ്ഷനും ഇല്ലായിരുന്നു, റെസ്റ്റ് ആയിരുന്നു. എന്തായാലും പറയേ. ആരില്ല, അത് വീഡിയോ എടുക്കണം ഞാൻ. യെസ്, മീനാക്ഷിയുടെ അവിടെ വിരുന്നിന് പോകണം. ഞാനും അക്കു അബി. നീ എന്തിനാടാ വരണ? ആ പെട്ടപ്പോൾ എല്ലാരെയും വിളിച്ച്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയും മുട്ടയും. എനിക്ക് സത്യം എനിക്ക് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റൂല. ഞാൻ ഉറക്കം എണീറ്റ് എനിക്കൊന്നും പറ്റില്ല. എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ. എനിക്ക് കടല, ദോശ, അപ്പം, തോമക്ക് ഇഡ്ഡലി, ദൊഡ്ഡലി ഒന്നും കഴിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മുട്ട വല്ലോ 2 മുട്ട പൊരിച്ച് തന്നാൽ മതി. അതാണ് മുതൽ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിക്കും ഞാൻ. രാത്രി ആകുമ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും. ഇയല്ല നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ബോഡി ഷെയ്മിങ് കൂട്ടംസ്. നമ്മൾ അച്ഛനുണ്ടാ നോക്കണത് അവിടെ ഒന്നും. അച്യുതാണ്ട് അവിടെ നിന്ന് നോക്കും. നമ്മളിവിടെ നിന്ന് ആര് താഴെ റോഡിലോട്ട് പോയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും ഇതിപ്പം പൂച്ചയെല്ലാം താഴെ ഇപ്പോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അമ്മക്ക് അറിയുന്നുള്ളതാണ് കേട്ടോ. അമ്മ നമ്മളെ വീട്ടിലെ സന്തതികളാരാണ്, അതാണ് വാലാട്ടുന്നത്. ഓക്കെ, എൻ്റെ ചുണ്ടിലും തരടാ. ഓക്കെ, നമുക്ക് പോവാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ യാത്ര പുറപ്പെട്ടു. പുറത്തിറങ്ങാമായി. എന്തൊരു ചൂടല്ലേ. എനിക്കൊന്ന് മുമ്പൊന്നും എനിക്ക് ചൂടെന്നൊരു പ്രശ്നമേ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരാളെ ഇല്ലായിരുന്നു എനിക്ക് ചൂട്. കാരണം ഞാൻ ചൂടത്ത് വരെ ഞാൻ പുതപ്പം മൂടി ഭയങ്കര സേഫായിട്ടാണ് ഞാൻ കിടന്നുറങ്ങിക്കൊണ്ട്. ഇപ്പം നമ്മൾ എക്സ്പ്രസ് സ്കൂൾ ഇട്ടേണേ, അതാണ് ഇങ്ങനെ ഒരു കാറ്റും ബഹളവും ഉള്ള ഒരു സൗണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ നേരെ വെച്ചാൽ അവളെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മെയിനായിട്ട് എന്തോ വാങ്ങാൻ പോകണം നമ്മളെന്തോ വാങ്ങാൻ പോകണം?
നമ്മൾ കുറച്ച് അവിടെ കുറയ്ക്കാനും ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അത് വാങ്ങിച്ചുകൊണ്ട് പോവാം. സംഭവം ഞാൻ എന്തിനാ അക്കുനവയും കൊണ്ടുവന്ന് വെച്ചാൽ പണ്ട് യുവർ ഫാദർ ആൻഡ് മദർ ഇല്ലേ, നിങ്ങളുടെ അച്ഛനും അമ്മയും എവിടെ വിരുന്നിനായപ്പോൾ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു ഓറഞ്ച് പാവാട ഉടുപ്പിട്ടുകൊണ്ടാണ് അവരുടെ പോയത്. വിരുന്നിന് പോയിട്ട് ഞാൻ അവിടെ നിന്ന് എന്തിനൊക്കെ ചിപ്സൊക്കെ പറക്കി തന്ന നേരിയ ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ചെവരെയും കൊണ്ടുപോകാം. ഇല്ല തന്നെ പോവാം. അപ്പോൾ നമുക്ക് നേരെ ഇനി കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. എൻ്റെ ബെസ്റ്റിക്ക് ഇഷ്ടമുള്ള കുറച്ച് ചമ്പ്, എൻ്റെ ബെസ്റ്റിക്ക് ചമ്പാണ് ഇഷ്ടം, നല്ലതൊന്നും ഇഷ്ടമല്ല. ഈ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇഷ്ടമല്ല. അവർക്ക് കുറേ കെട്ട ഫ്രൂട്ടി സ്പിരിറ്റ് ഒന്നും. പക്ഷെ എൻ്റെ കിളിയൊക്കെ പോയിരിക്കണം. എനിക്ക് കയ്യിലെ കുഴ വേനാന്ന് ഞാൻ പറഞ്ഞില്ല, കുഴ വേന ഇതുവരെ മാറിയില്ല. ഇതൊന്നും എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എനിക്ക് എൻ്റെ കുഴയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പോയിട്ട് വരാം. നമുക്ക് കുറച്ച് അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങണം. നമുക്കിത് വാങ്ങാം, കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് പുതിയ പീനട്ട് കാഷ്യൂ. ചിപ്സ് അച്ചപ്പന്നെ ഇത് വേണ്ട തന്നെ കുഞ്ഞ് അച്ചപ്പ്, അതാണ് നല്ല ടേസ്റ്റ്. നോക്കട്ടെ, ഇതുമല്ല മച്ചേ, ഇതാണ് നല്ല ടേസ്റ്റ് അല്ലേ കുട്ട? കുഞ്ഞ് അച്ചപ്പാണ് നല്ല ടേസ്റ്റ്. നമുക്ക് തൈരല്ല, മോര്, സംഭാരം. പുലിപ്പാറ ഫാമിൻ്റെ ഇവിടെ അടുത്താണ് കൈസ് പുലിപ്പാറ, അവിടുത്തെ ഫാമിൻ്റെ സാധനം. പിന്നെ ഇതുകൂടാൻ കൊടുക്കുമോ? മതി, ഇല്ല ഞാൻ വേറെ ഇതെന്തര് ഇതെടുക്കട്ടാ. മതി, ബാ. അങ്ങനെ നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് ഒക്കെ കുറയ്ക്കാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ള അവളെ കറക്റ്റ് സ്ഥലം, അവളുടെ സ്ഥലം എന്നാൽ കൊല്ലായി എന്നാണ് അവളെ സ്ഥലത്തിൻ്റെ കറക്റ്റ് നെയിം. ഒരു 10 മിനിറ്റും വേണ്ട, നമുക്കൊരു 5-6 മിനിറ്റ് മതി അവളെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ തൊട്ടടുത്താണ് നമ്മൾ ആനായിക്കോണം, സ്ഥലത്തിൻ്റെ പേരാണ് ഗൈസ്, ആനായിക്കോണം. ഇത് കാണാൻ ഭയങ്കര സൂപ്പറാണ്, ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. ആനായിക്കോണെത്തി ഇനി അടുത്ത നെക്സ്റ്റ് കൊല്ലായിന്ന് അവളെ വീട്ടിലോട്ട് പോകാനുള്ളത്. പക്ഷെ നടന്നു വരായിരുന്നു. പണ്ട് ഞാൻ കോവിഡ് ആയിരുന്ന ടൈമിൽ ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് അവളെ വീട്ടിലോട്ട് നടന്നിറങ്ങാനുള്ള കുറുക്കൊഴിയുണ്ട്. അപ്പം ഞാൻ കുറുക്കൊഴി കൂടെയൊക്കെ നടന്നു വരുമായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ അവളെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഓൺ ദ വേ ടു അവളെ വീട്. നമുക്ക് അവളെ വീട്ടിൽ പോയിട്ട് കാണാം. എത്താറായതാ? എത്തി. ഇതോ ആ വൈറ്റ് പെയിന്റ് അടിച്ചാണ് അവളെ വീട്. കല്യാണം വിളിക്കാൻ പോയതിൽ കാണും. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഡസൻ കണക്കിന് പൂച്ചുണ്ട് ഗൈസ്. ചില സമയത്താണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കും, തട്ടായിട്ട് ജനലിന് ഡെക്കറായിട്ട് വന്നിരിക്കും. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഇരിക്കണം. അയ്യോ പിടിക്കണം, ഒന്നിരുന്നോട്ട്. എന്നിട്ട് എന്തര് അതാ എൻ്റെ അമ്മ പറഞ്ഞ് വിരുന്നിന് പോകുമ്പോൾ കുറിക്കാൻ കൊണ്ടുപോകണമെന്ന്. ഇത് കഴിഞ്ഞ് നിങ്ങളിരുന്ന് കുറിക്കണ ഒരു വീഡിയോ എനിക്കെടുത്ത് അയച്ചിരണം. എന്തരാണെന്ന് എനിക്ക് കാണണം.
താങ്ക്സ്. ഞാൻ പറഞ്ഞില്ലേ ഈ പെണ്ണുമ്പിളേക്ക് ഞാൻ കാണിച്ചു കൊടുക്കണം അതിന്റെ ഒരു എഫക്ട് തന്നെ. ആ ഇരിക്കണം. താങ്ക്സ്. ആ ഫാൻ ഇട്ട് തരണം. നീ ഓഫ് ചെയ്തോ? അതല്ല ഞങ്ങൾ എലികളാണെന്നാണ് വിചാരിച്ചത്. ഫ്രീസറിൽ വെട്ടി വെച്ചേക്കണത്. ഒന്നാമത് മനുഷ്യ എത്ര പല്ലിൽ കമ്പിയിട്ട് എല്ലാവരും ഒന്നാമത് പല്ലൊന്നുമില്ല. ആ പല്ല് പിടിക്കണല്ലേ? അപ്പൊ എൻ്റെ പല്ലൊക്കെ പോയി കഴിച്ചു. അത്രയും നാൾ കമ്പി ഇട്ട് ക്ലീൻ ചെയ്തു. എല്ലാ കമ്പിക്കും ഓരോരോ തവണ ക്ലീനും ചെയ്തു. അക്കു നോക്കണ ശത്രുക്കളെ പോലെ ഊതി കഴിക്കണ്ടി. പക്ഷെ നല്ല ആശ്വാസമുണ്ട്. ആദ്യം എനിക്കാണ് വയ്ക്കണത്. ചോറ് വയ്ക്കണം കുറച്ച്. താങ്ക്സ്. മതി മതി. എന്നിട്ട് ഞാൻ ബാക്കി ഞാൻ എടുത്തോളാം. എന്തേര് ആദ്യം എനിക്ക് ഒപ്പൂനെ തരുവോളന്ന്. മൂശട്ടയാ. അക്കു നീ ബാബു എന്നെങ്കിലും പറ. കളഞ്ഞ മാമി ഇപ്പൊ തുടുപ്പെടുക്കും. അതെനിക്കറിയായിരുന്നു അവിടെ അത് വരുമെന്ന്. സത്യമായിട്ട് എനിക്കറിയായിരുന്നു. ഓക്കെ അല്ലേ? എടാ നിന്റെ അടുത്താണ്. ബാക്കി കറി തരണം. അതായത് ഇതോടെ ഈ പരിപാടി തീർത്തിട്ട് ഇവർക്ക് ഇതിലൊക്കെ പൊട്ടിക്കുമെന്ന് തോന്നുന്നു കേട്ടാ. ഇങ്ങോട്ട് എനിക്ക് കുറച്ച് മതിയേ മീനു. എനിക്ക് ഈ കഷ്ണം തരുമോ? കാല്. ഓക്കെ മതി. ഇത് മതി മാമി. ഞാൻ കറി കിട്ടൂല. അത് എവരൊക്കെയാണ് കറിയൊക്കെ എടുത്ത് കമത്തണ ആള്. ഇനിയിപ്പോ ലാസ്റ്റ് കഴിക്കാം ഗൈസ്. നമുക്ക് മാമി ഇത് മറ്റേ ഉണക്ക നാരങ്ങാച്ചാറല്ലേ? ഉണക്ക നാരങ്ങാച്ചാറ്, സലാഡ്, മരിച്ചീനി, ചിക്കൻ, എൽ ലവർ, ചോറ്. ഇരിക്കണം കഴിക്കണം. നീ ഇരി മീനു. മാമി ഇരി. അപ്പൊ നമുക്ക് കഴിക്കാം. കഴിച്ചാ? ഓ കൊള്ളാമോ? ഞാൻ അച്ചാറിൻ്റെ ആളാണ്. എനിക്ക് അച്ചാറും ചോറുമാണ് താല്പര്യം. അച്ചാറും സെറ്റ് മീനു. കപ്പയും ചിക്കൻ കറി രണ്ടാത്താനെയാണ്. അങ്ങനെ ഉണ്ടേട്ടായി കപ്പയും ചിക്കനും. കൊള്ളാമാടാ. ആ അവിടെ നമ്മൾ പ്രതീക്ഷിക്കരുത് അക്കുൻ്റെ മെനു സെറ്റ് കേട്ടാ. ഓ എല്ലാം ഞാൻ വെച്ചതായത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഉണ്ടിട്ടേ ഞാൻ വയറൊക്കെ ആയിട്ടിരുന്നപ്പോഴത്തേക്കും മാമി ഈ ഉപഹാരം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇതിപ്പോ തുറന്നു നോക്കണോ രഹസ്യമായിട്ട് പിന്നെ തുറന്നു നോക്കി ഇരിക്കട്ടെ? എൻ്റെ വയറും കൊണ്ടിരിക്കാൻ വയ്യ. ചോറ് മരിച്ചു കഴിഞ്ഞൊക്കെ വയറ്റില്. ഇതാണ് ഇന്നലെ പോയിരുന്നത്. ഓക്കെ യാക്ക്. എൻ്റെ കൂട്ടുകാരി രുഖു. കൊള്ളാടി ഇല്ലേ? അല്ല കറക്റ്റ് ആവും. കറക്റ്റാണ് എടി. കറക്റ്റ് സൈസാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കുറച്ച് ലൂസായിട്ട്. മീനു സെറ്റ് മീനു. എവിടെ പോയാ വെച്ചാ? ഓൺലൈനാ. അപ്പൊ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. ഇത് മിന്ത്രാണ. അത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. സെറ്റ് മീനു കൊള്ളാം കേട്ടാ. തലേസ് ഇട്ടുണ്ടോ രാമേ കല്യാണത്തിന്റെ? എവിടാ
നല്ലതോ നല്ല കളറാ തള്ളക്ക് ഇപ്പം ഇഷ്ടപ്പെട്ടു. അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മിക്കാറ്. കൊള്ളാം. താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആ പൂച്ച പിന്നെ തരണം. സത്യം ഇതാണ് ഓൺലൈൻ വഴി വാങ്ങാൻ ലാഭം അല്ലേ? ആ നല്ലത് ടൈപ്പ് ആശ പേശ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. മറ്റേ നമ്മൾ കടനീളെ കയറി ഇറങ്ങി നമ്മൾ തണുത്തെന്ന് ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകും. ഇത് മീനുൻ്റെ കല്യാണത്തിന് അമ്മയ്ക്കെടുത്ത സാരിയാണേ. ഓൾറെഡി നമ്മളെ കല്യാണത്തിന് അവർക്ക് ഞാൻ പേസ്റ്റൽ എടുത്തെന്ന് പറഞ്ഞു, നരച്ച കളർ എടുത്തെന്ന് പറഞ്ഞായിരുന്നു ബഹളം. എന്നിട്ട് എല്ലാവരും കമൻ്റ് ഉണ്ടായിരുന്നു, അമ്മേരെ സാരി നല്ല രസമുണ്ട്, പേസ്റ്റൽ. എല്ലാവരും പേസ്റ്റൽ ഇട്ടിട്ട് എന്ത് അടിപൊളിയായിരുന്നു അറിയോ. ഇത് നല്ല ഇത് അവർക്ക് ഇഷ്ടപ്പെടും. അവർക്ക് കട്ട കളറില്ലെങ്കിൽ ബ്ലൗസിന് ചേച്ചിട്ട് അവിടെ കൊടുത്തേക്കണം. കൊടുത്താ ഇനിയിപ്പം നമ്മളിപ്പം വീട്ടിലോട്ട് പോവേണ് ഗൈസ്, കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്ര നാൾ നമ്മളവിടെ ആരും ഇല്ലായിരുന്നല്ലോ. അപ്പം മീനും മാമിയും കൂടെ ഇപ്പം അങ്ങോട്ട് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് വരും ഗൈസ്. ഇപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നേ. മാമി മീനാക്ഷിയുടെ കല്യാണം വിളിക്കാൻ വന്നത്. ഹലോ ഹായ്, മഴയത്ത് കളിക്കാൻ പോണാ? ഓ അക്കുൻ്റെ അബിരെ ഫ്രണ്ട്സ്. ടാറ്റ. കയറി അകത്തോട്ട് കയറണം. ഓ എൻ്റെ പൊന്നി കുറെ പെണ്ണുങ്ങളെ. മീനു ഇത്രയും നാളായിട്ട് സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. മാമി അവളെ സാരി എടുത്താ ഇവിടെ കണ്ട. നമ്മൾ ഗിഫ്റ്റ് ഒന്നും ഇതുവരെ അൺബോക്സ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. കാണിച്ചു തരാം. അബിക്ക് ഇവിടെ ഒരു സൈഡ് ബിസിനസ് ഉണ്ട്. അതായത് എനിക്ക് ഈ വരണ കൊറിയർ എല്ലാം കൂടെ പൊട്ടിച്ച് ഇവരിതാ ഇതെനക്ക് കാർഡ്ബോർഡ് ബോക്സ് അവർ ആക്രിക്ക് കൊടുത്ത് ഇവര് ഞാൻ വേണം ഇവര് ഇതാവും കുടുക്കയിലിടും. അബി ആ പൈസക്ക് ഇത്രയും നാൾ കുടുക്കയിലിട്ട പൈസക്ക് അവർ TV ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അബിയുടെ ബിസിനസ് കണ്ട. എൻ്റെ നൈക്ക, ഫ്ലിപ്കാർട്ട്, H&M, തിര കിടക്കണണ്ട. പോളെ കാണാൻ പോണത് അച്ചു അപ്പു. പോളോ കിട്ടോ? പോളോയെ അമ്മയുടെ സിംഹമേ, സിംഹമേ. മൈൻഡ് പോലും ചെയ്യാനില്ല. നമുക്ക് മീനാക്ഷിയുടെ കല്യാണം വിളിക്കണം ഗൈസ്. കമോൺ. എൻ്റെ കൂട്ടുകാരെ കല്യാണം വിളിക്കാൻ പോണം ഗൈസ്. ഇവിടെ നല്ലോണം ശ്രമിക്കുന്നുണ്ട് എന്നെ കരയിപ്പിക്കാൻ. ഞാൻ പരമാവധി ബുദ്ധിക്ക് ഇപ്പൊ ഞാൻ ഒരു പ്രകടനമാണ് എൻ്റെ പ്രകടനം. ഇപ്പൊ അതെ നിന്നെ വിളിച്ച് ആ തലയത്ത് വയ്ക്കണ അനുഗ്രഹം വാങ്ങുമ്പത്തി കൊഞ്ഞണം കുത്തണ. തരണം. മാളൂനും ഉണ്ട്. വന്നടി വന്ന് അമ്മയ്ക്ക് വന്ന കേട്ടാ. നമുക്ക് കിട്ടിയ ഡ്രസ്. അയ്യോ അത് കൊള്ളൂല കേട്ടോ. അവരെ വികൃതമായി കരയുന്നു. വികൃതേശ്വരി. ഞാൻ വായിക്കാം. സർവം മനം പോലെ മംഗല്യം സർവേശ്വരന്റെ അനുഗ്രഹത്തോടെ എല്ലാവരുടെയും ആത്മത്തോടു കൂടി വെക്കേണ്ടി. എടി ഇതെന്തരടി മിനി ഹാൾ അത് വെട്ടിയേക്കണ? ഓ അപ്പൊ നീ ഇല്ലു ഫുള്ള് വെട്ടിയാടി.
ഞാൻ ഓൾറെഡി പറഞ്ഞല്ല. അവരൊരു ചോപ്പ് പോത്ത് കുത്തണ ഒരു ചുവന്ന സാരിയാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. പൊട്ടിര് നോക്കട്ട് കാണട്ട് പൊട്ടിര്. എടാ അക്കു നിങ്ങളെ കാണീര് നോക്കട്ട്. ഓ ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നുള്ളത്. അമ്മയ്ക്ക് ഓൾറെഡി നമ്മളെ കല്യാണത്തിന് ചെത്തള്ളർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സെറ്റ് മിന്ത്രയല്ലേ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. കാണിടാ നിന്റേത് നോക്ക്. എല്ലാവർക്കും ഡ്രസ്സ് ഇടും നോക്കട്ട്. ഇതെടുത്ത ഇത് തിരിച്ച് ഓപ്പൺ ചെയ്യടാ. കൊള്ളാടി മീനും എല്ലാം കൊള്ളാം. നിന്റെ സ്വഭാവത്തിന് തന്നെ ഐ ലൈക്ക് മീന. അതാടാ വൂൾഫ് സ്പൈഡർമാനാ? സ്പൈഡർമാൻ അല്ല, ഡെഡ് വൂൾഫ്. ആ ഡെഡ് പൂൾ. ആ ഡെഡ് വൂൾഫ് എന്ന് ഡെഡ് പൂൾ. നോക്കട്ടെ അബീരത് ഹോപ്പ്. ആ ചെറുക്കൻ എന്തെടുത്തത് നീ ഹോപ്പ് എന്ന് പറഞ്ഞെടുത്തത്? കേയാനിടാനുള്ളത് അവന്റെ സ്വഭാവത്തിന്. അങ്ങനെ എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണം. സോ ഗൈസ് അങ്ങനെ അവരങ്ങ് പോയി. കല്യാണമൊക്കെ വിളിച്ചിട്ട് അവർ പോയി. സംബന്ധിച്ച് മീന് നേരത്തെ കല്യാണം വിളിക്കായിരുന്നതാണ്. പക്ഷെ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ കണ്ടില്ല. പിന്നെ അമ്മ ഇത്രയും ദിവസം ആശുപത്രിയിലായിരുന്നു. വയ്യാതെ അമ്മൂമ്മയ്ക്ക് വയ്യാതെ ഇത്രയും ദിവസം ആശുപത്രിയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ റൂമിൽ AC ഓണാക്കി ഇട്ടിട്ട് പോയി. അല്ലെങ്കിൽ പൊന്നെ ഇരിക്കാൻ പറ്റില്ല. മച്ചെന്തരാശ്വാസം. സത്യമല്ല, ഞാൻ എൻ്റെ ലൈഫിൽ നമ്മളിവിടെ ഞാൻ എല്ലാ റൂമിലും ഒരു മുൻകരുതൽ പോലെ ഞാൻ AC വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ റൂമിൽ AC ആണ് ഇപ്പോഴാണ്. അല്ലെങ്കിൽ വല്ലപ്പോഴും ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഇടുള്ളൂ. അല്ലാതെ ഇവിടെ ഞാൻ AC ഒന്നുമില്ല. ഞാൻ ഫാനും ഇടും. ചില സമയത്ത് ഫാനും ഇല്ലാതെ ഞാൻ കയറി കിടന്ന് ഉറങ്ങണത്. പക്ഷെ ഇത് ഭയങ്കര ചൂടായിട്ടാണ് ഇപ്പം. എന്താ അത് തെന്മലയാണ് ഗൈസ്. അത് തെന്മല, അവിടെ പൊന്മുടി. ഓക്കെ. അപ്പം ഞാൻ എന്തിനാന്ന് വെച്ചാൽ അവരെല്ലാവരും പോയി. മീനു നല്ലതായിരുന്നു. മീൻ തന്നൊരു ചുരിദാറായിട്ടാണ് ഞെട്ടി എനിക്ക് നല്ലൊരു ഗെറ്റ് റെഡിയിൽ. അപ്പൂൻ്റെതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അക്കുവിനും അബിക്കും എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങി. ഞാൻ പറഞ്ഞു അമ്മയ്ക്കും വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങണ്ട, ഞാൻ വാങ്ങുന്നപ്പോൾ അവൾ പറഞ്ഞില്ല ഇല്ല അമ്മയ്ക്ക് വാങ്ങുമെന്ന് പറഞ്ഞു. എനിക്ക് വെച്ചാൽ അവൾ സന്തോഷത്തിൻ്റെ പിന്നെ എന്തൊരു പറയാൻ സന്തോഷം അത്രേ ഉള്ളൂ. എനിക്ക് വാങ്ങണ്ടായിരുന്നെന്നാണ് അവൾ ഇവിടെ. അപ്പം അമ്മയ്ക്ക് അക്കുനബിയെ കൊടുത്തപ്പോൾ എല്ലാവരും ഒരു വിഷമായി. അക്കുനബിയെ കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് എല്ലാവർക്കും ഓരോ ടീഷർട്ടും മാളൂനും ഒരു ഷർട്ട്, മാളൂത്തും മറ്റെല്ലാത്തുള്ള ഷർട്ടല്ലേ ഇടുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ആ കുട്ടി എടുത്തു എന്നുള്ളതാണ് സത്യം. സോ അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ ഇപ്പം അവരെ കുറേ ബിസിനസ്സിനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി അബി അപ്പവും കൂടെ പോയേക്കാണ്. അങ്ങനെ അവരൊക്കെ പോയി. ഞാനിനി കുറച്ച് പരിപാടികളുണ്ട്. സോ അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ